ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടോം കുര്യാക്കോസ്. ഒരു മാധ്യമപ്രവർത്തകനാണ്. ന്യൂസ് 18 ചാനലിൻ്റെ സീനിയർ അസോസിയേറ്റ് എഡിറ്ററാണ്. കഴിഞ്ഞൊരു 10-15 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തോടൊപ്പമാണുള്ളത്. സാധാരണ എല്ലാ അവധി ദിവസങ്ങളിലും എല്ലാ ആഘോഷങ്ങളിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ മമ്മിയുണ്ട്. മമ്മിയുടെ പേര് മോളി, വൈഫ് പിങ്കു. ആൾ ഗവൺമെൻറ് സർവീസിലാണ്. 3 കുട്ടികൾ. മൂത്ത ആളുടെ പേര് മിറേല. മിറേല എന്ന പേരിൻ്റെ അർത്ഥം തന്നെ മിറാക്കിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അത്ഭുതം എന്നാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. എങ്ങനെയാണ് ആ പേരിട്ടത്, അതിന് പിന്നിലൊരു കഥയുണ്ട്. രണ്ടാമത്തെ മോൻ്റെ പേര് മലാക്കി എന്ന പേരിടാനും അതിന് പിന്നിലൊരു കഥയുണ്ട്. മൂന്നാമത്തെ ചെറിയ കുട്ടിയാണ്. മൂത്ത ആൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോൻ 1ാം ക്ലാസ്സിൽ. മൂന്നാമത്തെ മോന് 1.5 വയസ്സാകുന്നു. മോൻ്റെ പേര് മനാസെ എന്നാണ്. ഞങ്ങളിപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്തേക്ക് എപ്പോഴും ഓർമ്മ വരും. പലപ്പോഴും ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയുടെ വീട്ടിലാണ് ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം കുട്ടിക്കാലത്ത് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം മമ്മിയുടെ ചാച്ചൻ എക്സ് മിലിറ്ററി ആയിരുന്നു. അദ്ദേഹം മമ്മിയുടെ സഹോദരങ്ങളും കുട്ടികളൊക്കെ അവിടെ വരും. അവിടുത്തെ വലിയൊരു രസകരമായിട്ടുള്ള ആഴ്ച. എനിക്ക് തോന്നുന്നു ഇന്ന് ഞങ്ങളെപ്പോഴും എല്ലാ വർഷവും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വീട് ഭയങ്കരമായിട്ട് അങ്ങ് അലങ്കരിക്കും, അല്ലെങ്കിൽ നിറച്ച് നക്ഷത്രങ്ങൾ കാണും. അതൊരു ഡിസംബർ ആദ്യം മുതൽ തന്നെ ജനുവരി തുടക്കം വരെയും ആ 1 മാസം നീണ്ടു നിൽക്കുന്നൊരു ആഘോഷം എല്ലാ വർഷവും വീട്ടിലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലത്തെ ഒരു കാഴ്ചകളായിരിക്കും. ഞങ്ങളങ്ങനെ ഡിസംബർ 1-ാം തീയതി മുതൽ തന്നെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങും. അതിൻ്റെ കാരണം എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ മമ്മിയുടെ ചാച്ചനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെ വന്ന് മമ്മിയുടെ വീട്ടിൽ നിറച്ച് നക്ഷത്രങ്ങൾ, കണ്ടും കടുത്തുരുത്തിയാണ്, മുട്ടിയറ കടുത്തുരുത്തി മണ്ണഞ്ചേരി ഫാമിലിയാണ്. അവിടുത്തെ ഒരു കാഴ്ച നിറച്ചും അവിടെ ഒരു ജാതി അഥവാ ഗ്രാമ്പു, ഈ മരങ്ങളും മമ്മിയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നത്. നിറച്ചും നക്ഷത്രങ്ങളും ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ ആയിരുന്നു. അതേപോലെ ഞാൻ വലുതായി കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ വീട്ടിലും ഇതേ അനുഭവം തന്നെ, ഒരു നിറമുള്ള കാഴ്ചകൾ. അത് ക്രിസ്മസിൽ അത് പലപ്പോഴും ഞങ്ങൾ ആ ഒരു ആഘോഷം, ആ ഒരു സന്തോഷം കാത്തു സൂക്ഷിക്കാൻ നോക്കും. കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ, മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും. കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ. ഈ ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരനുഭവം പലപ്പോഴും നമുക്കറിയാം. ദൈവം മാതാവിലൂടെ ആണ് നമുക്ക് ക്രിസ്തുവിനെ തന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയിലേക്കുള്ള വഴി, അല്ലെങ്കിൽ നമുക്കൊരു ദൈവിക അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അത് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന് എൻ്റെ ഭാര്യ ഗർഭം ധരിക്കുന്നു. 5-ാം മാസത്തെ സ്കാനിങ്. ആ ഒരു സ്കാനിങ് സമയത്ത്, അതിനുശേഷം സ്കാനിങ് റിപ്പോർട്ടിൽ ഞങ്ങളേറെ നൊമ്പരപ്പെടുത്തിയ, അല്ലെങ്കിൽ ഏറെ ആശങ്കപ്പെടുത്തിയ സംഭവമായിരുന്നു മോൾക്ക്, അല്ലെങ്കിൽ ആ ഉദരത്തിലുള്ള കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമെന്ന സ്കാൻ റിപ്പോർട്ട്. ആ കുഞ്ഞിനെ നിങ്ങൾ അബോർട്ട് ചെയ്യണമായിരിക്കും നല്ലത്. പല ആളുകളുടെയും അനുഭവങ്ങൾ പങ്കുവച്ചു. അതുപോലുള്ളൊരു ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുഞ്ഞിനെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ ഞങ്ങൾ അവിടെ എടുത്തൊരു തീരുമാനമുണ്ട്. അങ്ങനെയാണ് ദൈവം ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുന്നതെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങളതിനെ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തു. പക്ഷേ ഉള്ളിലൊരു ആശങ്കയുണ്ടല്ലോ, ഒരു 4 മാസം പിന്നിടണം. നമുക്ക് ഭാര്യയ്ക്കാണെങ്കിലും അതിൽ സങ്കടമുണ്ട്, വിഷമമുണ്ട്, എന്തായിരിക്കും സംഭവിക്കാൻ പോവുക. പക്ഷെ അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും ജപമാല അർപ്പിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഭാര്യയുടെ ഉദരത്തിൽ വയറ്റിൽ കൈവച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. അങ്ങനെ വലിയ ശക്തമായൊരു പ്രാർത്ഥനാനുഭവത്തിലൂടെയാണ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് ജനിച്ചത്. വളരെ ബുദ്ധിമുട്ടിയായിട്ടുള്ളൊരു കുഞ്ഞിനെ. അതായത് വൈദ്യശാസ്ത്രം ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞിനെ ആയിരിക്കും
കുഞ്ഞായിരിക്കും പിറവിയെടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അവിടെയാണ് ഞങ്ങളുടെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ അത്ഭുതത്തിലൂടെയാണ് ആ കുഞ്ഞിനെ, ഞങ്ങൾക്കൊരു മിടുക്കിയായ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ആ കുഞ്ഞിന് ഞങ്ങൾ മിറേല എന്ന് പേരിട്ടത്. മിറേല എന്ന് പറഞ്ഞാൽ മിറാക്കിൾ ഓഫ് ഗോഡ്, കാരണം ദൈവത്തിൻ്റെ അത്ഭുതം എന്നാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതമായിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിയുണ്ടായി. മൂന്നാമത്തെ കുഞ്ഞിനും ഗർഭം ധരിച്ചപ്പോഴും സമാനമായ രീതിയിൽ, അതായത് 3-ാം മാസത്തെ സ്കാനിങ്ങിലും ആ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞാണ്. നിങ്ങൾ വിശദമായ പരിശോധന നടത്താം. ഞങ്ങളുടെ ഒരു അനുഭവത്താൽ പറഞ്ഞു, ഇതിലും വലുത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെ നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. 3ാമത് മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. അവൻ്റെ പേരാണ് മനാസെ. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ ഒരു കരുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ അവധിയുള്ള ദിവസങ്ങൾ, ഞാൻ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത എല്ലാ ദിവസങ്ങളും സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, കാരണം മക്കളാണേലും അമ്മയുടെ നീല മേലങ്കയ്ക്കുള്ളിലാണ് അവരെ പൊതിഞ്ഞു കാക്കുന്നതെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അമ്മയുടെ പാട്ടുകൾ പാടുമ്പോൾ തന്നെ അവർക്ക് വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് പലപ്പോഴും രാത്രി സമയങ്ങളിലാണ് എൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയം കിട്ടാറില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു വീക്ക്ലി ഓഫ് ഡേയിൽ അന്നത്തെ ദിവസം പരമാവധി കുടുംബത്തോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. ജപമാല അർപ്പിച്ച് അങ്ങനെ പരമാവധി കുടുംബത്തോടൊപ്പം, മറ്റ് സൗഹൃദങ്ങൾക്കല്ല. ഞാൻ എൻ്റെ ഒരു ഫാമിലിക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. കാരണം മാത്രമല്ല 3 കുട്ടികളുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ 3 മക്കളെയും ഈശോയുടെ ഒപ്പം വളർത്തുക, അല്ലെങ്കിൽ മാതാവിൻ്റെ ആ ഒരു സംരക്ഷണയിൽ വളർത്തുക, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഞാൻ അങ്ങനെ അവരുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിശ്വാസത്തെ അവർ വളർത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അത് തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ അത്രയും ക്രിസ്തുവിനെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും പലരോടും പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളൊരു അപ്പൻ്റെ കയ്യിൽ പിടിച്ച് മക്കൾ നടക്കുന്നു, അത് റോട്ടിലൂടെ ആയിക്കോട്ടെ, എത്ര അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും അപ്പൻ്റെ കൈ മക്കൾ പിടിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അല്ല, അത്ര ധൈര്യം അവർക്ക്. കാരണം എൻ്റെ കൈ പിടിക്കാൻ എൻ്റെ അപ്പനുണ്ട്. പക്ഷേ അപ്പൻ്റെ കൈ വിട്ട് കഴിഞ്ഞാലോ മക്കൾക്കൊരു ഭയം കാണും. സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈശോയുടെ കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എന്ത് അപകടം ഉണ്ടായാലും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ പേടിക്കേണ്ട. എത്ര അപകടം നിറഞ്ഞ സാഹചര്യത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഞാനിപ്പം എൻ്റെ ജീവിതത്തെ കൂടി അവരെ അത് കണ്ടുപഠിക്കാൻ വേണ്ടി അവരോട് എപ്പോഴും പറയാറുള്ളത്. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഈ പ്രാർത്ഥനാ മുറിയിൽ കയറും. അവിടെ കയറി നിന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഈശോയുടെ സംരക്ഷണം തേടി, കർത്താവിൻ്റെ സംരക്ഷണം, അതായത് സങ്കീർത്തനം 91 ചൊല്ലിയാണ് ഞാൻ എപ്പോഴും ഒരു യാത്ര പോവുകയാണെങ്കിൽ, ജോലിക്ക് പോവുകയാണെങ്കിലും, എൻ്റെ ജോലി ചെയ്യുമ്പോഴും ഞാൻ പല ഒരു ബലഹീനതയുള്ള വ്യക്തിയാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെയൊക്കെ. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണ്, പല കുറവുകളുള്ള വ്യക്തിയാണ്. എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു വചനം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. എൻ്റെ വാട്സപ്പിൽ ഞാൻ ഇട്ടിരിക്കുന്നൊരു വചനം തന്നെ, അതായത് എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാലും അല്ലെങ്കിൽ എൻ്റെ ഒരു സാക്ഷ്യമായി തന്നെ എല്ലായിടത്തും ഞാൻ പ്രകീർത്തിക്കുന്ന കാര്യവും അതാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഇത് തന്നെയാണ് എൻ്റെ മക്കളെയും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം തുടങ്ങുമ്പോഴും അതല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആദ്യം ഞാൻ കയറുന്ന സ്ഥലം ഈ പ്രാർത്ഥനാ മുറിയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു സങ്കടം വരുമ്പോഴും വിഷമം വരുമ്പോഴൊക്കെ, നമ്മുടെ സന്തോഷം വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതലും ക്രിസ്തുവുമായി നമ്മൾ ചേർന്നിരിക്കുക. അതിന് യഥാർത്ഥത്തിൽ ഈ വീട് പണിതിട്ടൊരു 10-18 വർഷം ആകുക. ഈ 18 വർഷം മുൻപ് അന്ന് വീട് പണിയുന്ന സമയത്ത് ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനാ മുറി, ക്രിസ്തുവിന് വേണ്ടി ഒരു ഇടം വേണമെന്ന്. നമ്മളൊക്കെ പറയും
വാക്കാൽ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്തുവിനാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിനാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അത് വ്യക്തിജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ നമ്മൾ വലിയ ആഡംബര വീടുകൾ പണിയും. പക്ഷേ എത്ര പേര് ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഒരു സ്ഥലം മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ വീടൊക്കെ പണിയുന്നതിന് മുൻപ്, നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൂജാമുറിയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് ഏറ്റവും സ്വകാര്യമായി പ്രാർത്ഥിക്കാനുള്ള ഇടം. ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, അവരവരുടെ ദൈവത്തിന് എത്രത്തോളം ഒരു ഇടം കൊടുക്കുന്നുണ്ട്, അവരുടെ വീട്ടിലൊരു ഇടം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട് പണിതപ്പോഴും ആദ്യം ഈ ഒരു പ്രാർത്ഥനാ മുറി വേണം എന്ന് ആഗ്രഹിച്ചത്. മാത്രമല്ല അത് ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഒരു അനുഗ്രഹങ്ങൾക്കും ഇത് വലിയ കാരണമായി. മാത്രമല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ, എൻ്റെ മക്കളാണെങ്കിലും സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഈ പ്രാർത്ഥനാ മുറിയിൽ കയറും. ഇവിടെ കയറി നിന്ന് അവർ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞ് കാക്കണമെന്ന്. യഥാർത്ഥത്തിൽ ആ ഒരു ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളൊക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിച്ച് വളരുന്നത്. ഡ്രഗ് മാഫിയ, അങ്ങനെ പല രീതിയിലുള്ള മാഫിയകൾ. നമുക്കൊരിക്കലും ഒരപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് എത്രത്തോളം കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും? കാരണം നമ്മളറിയാത്തൊരു ലോകം മറുവശത്തുണ്ട്. അവിടെ ദൈവാശ്രയത്തിൽ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തെ പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ സംരക്ഷണം, മാതാവിൻ്റെ നീല മേലങ്കിക്കുള്ളിലാണ് അവർ വളർന്നു വരുന്നതെങ്കിൽ അവർക്ക് എന്നും തമ്പുരാൻ ഒരു സംരക്ഷണം കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ ദൈവാനുഭവത്തിൽ അല്ലെങ്കിൽ ദൈവാശ്രയത്തിൽ വളർന്നു വന്നതാണ്. അതിന് കാരണം കൂടിയുണ്ട്. അതായത് എൻ്റെ ഒരു 4 വയസ്സുള്ള സമയത്താണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. സൗദി വെച്ചൊരു ബോംബ് ബ്ലാസ്റ്റിലാണ് മരണപ്പെടുന്നത്. അന്ന് എനിക്ക് 4 വയസ്സ്, എൻ്റെ സഹോദരിക്ക് 7 വയസ്സ്, അമ്മയും വളരെ ചെറുപ്പമായിരുന്നു, 30 വയസ്സുണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായി നമ്മുടെ കുടുംബത്തിന് ഇതുപോലുള്ളൊരു ദുരന്തം സംഭവിക്കുമ്പോൾ എല്ലാ രീതിയിലും നമ്മൾ തകർന്നു പോകും. നമ്മൾ പിന്നെ ദൈവാശ്രയത്തിൽ വളർന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് അക്കാലത്തൊന്നും അമ്മയ്ക്ക് ജോലിയില്ല. അപ്പോൾ എങ്ങനെ ജീവിക്കും, മുന്നോട്ട് ജീവിക്കും എന്നൊരു ആശങ്കയുണ്ടല്ലോ. ആ സമയം കൂടുതൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ കുട്ടിക്കാലം, ബാല്യകാലത്തിൽ തന്നെ ഒരു ദൈവാശ്രയത്തിൽ, പ്രാർത്ഥനയിൽ, അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ജീവിതം. മാത്രമല്ല ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഞങ്ങൾ ഈ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു 10ാം ക്ലാസ്സിൻ്റെ ഗെറ്റ് ടുഗദർ, ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, നീ സംസാരിക്കുന്നൊന്നും തിരിയത്തില്ലായിരുന്നു. കാരണം എൻ്റെ നാവ് അത്ര, ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ലായിരുന്നു. മാത്രമല്ല എനിക്കൊരു ചെറിയൊരു വിക്കിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പലർക്കും തിരിയാത്തൊരവസ്ഥ. എന്നെ പലരും അതിൻ്റെ പേര് കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പോലും എന്നെ അങ്ങനെ കളിയാക്കിയവരുണ്ട്. നീ ഇങ്ങനെ സംസാരിച്ചത് നിനക്ക് എങ്ങനെയാണ് ഒരു വാർത്ത അവതരിപ്പിക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ അതൊരു അത്ഭുതം കേട്ടോ. ഞാൻ ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഈ ചെറുപ്പത്തിൽ ഈ കുരിശ് വരയ്ക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് കൊന്ത ചെല്ലും, ജപമാല ചെല്ലും. നമ്മളെങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലുമ്പം അതിലൊരു ക്ലാരിറ്റി ഇല്ല അല്ലേ? പലരും എങ്ങനെയെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഓടിച്ചിട്ട് ചെല്ലുക. ഞാൻ ഒരു ധ്യാനത്തിന് പോയ സമയത്ത് എൻ്റെ നാവിൻ്റെ ഒരു കെട്ടഴിക്കാൻ വേണ്ടി, അപ്പം പലപ്പോഴും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനൊരു ഭയങ്കര വിഷമം പങ്കുവയ്ക്കാറുണ്ട് എൻ്റെ മമ്മിയോട്. കാരണം ഒരു കഴിവില്ലാത്ത ഒരാളാണ്. നമുക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, സംസാരിക്കാൻ കഴിവില്ല, ഒരാളെ ഫേസ് ചെയ്യാൻ കഴിവില്ല, ഒരു പാട്ട് പാടാൻ കഴിവില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ ആയി സാമാന്യം പാട്ട് പാടാൻ പറ്റും. ഞാൻ പള്ളിയിലെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ടൈമിലൊക്കെ. അപ്പം അതിന് മുൻപൊക്കെ എനിക്ക് പാട്ട് ഒരു കഴിവുമില്ല. കലാപരമായും മനുഷ്യർ സാധാരണ ഒരു കഴിവെങ്കിലും കാണൂല്ലേ, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് പോയി ഒരു തവണ ഒരു ടീച്ചർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ഒരു കഴുതയാണോടാന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു വിഷമം ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മമ്മിയോട് പറഞ്ഞു. അമ്മ ഒരു ടീച്ചർ എന്നെ കളിയാക്കി, നീ ഒരു കഴുതയാണല്ലോ എന്ന് പറഞ്ഞു. കൂട്ടുകാർ സ്വാഭാവികം അത് കേൾക്കുമ്പോൾ കൂട്ടുകാരും ചിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ആശങ്ക, ആ ഒരു വിഷമം ഞാൻ പങ്കുവെച്ച മമ്മി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ ഒരു കഴുതയാണെന്ന് വിചാരിച്ചാൽ മതി. കാരണം യേശുക്രിസ്തു ആരുടെ പുറത്താണ് കയറിയിരുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനം, നമ്മൾ ക്രിസ്മസ് സമയമാണ്. ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് പരിശുദ്ധ മറിയവും യേശു പിതാവും യാത്ര ചെയ്തതുപോലും നമുക്കറിയാം കഴുതപ്പുറത്തായിരുന്നു. ക്രിസ്തുവിൻ്റെ ജെറുസലേം യാത്ര കഴുതപ്പുറത്തായിരുന്നു. ക്രിസ്തു ഒരിക്കലും ആനയുടെ പുറത്ത് കയറിയിട്ടില്ല,
കുതിരയുടെ പുറത്ത് കയറിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ വാഹനമായി തിരഞ്ഞെടുത്തത് ഒരു കഴുതയാണ്. ഇപ്പോൾ മമ്മി പറഞ്ഞ കാര്യം ഇതാണ്. അത് ഞാൻ പിന്നീട് തിരിച്ചറിയണത്. മമ്മി പറഞ്ഞ കാര്യം, നീ ഒരു കഴുതയാണെന്ന് ചിന്തിച്ചാൽ നിൻ്റെ പുറത്ത് ക്രിസ്തു കയറിയിരിക്കും. അതായത് നമ്മുടെ പുറത്ത് നമ്മുടെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഞാനൊരു കുതിരയാണെന്ന് പറഞ്ഞാൽ ചാടി വലിയ കഴിവുള്ളവനാണ്. ആനയാണെന്ന് ആ ഒരു അഹങ്കാരത്തോടു കൂടി കടന്നു കഴിഞ്ഞാൽ ആനയുടെ പുറത്ത് ദൈവം കയറിയിരിക്കുമോ? ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമോ? അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു കാര്യം തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര വിഷമത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നത് പോലും മനസ്സിലാകുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, അല്ലെ അങ്ങനത്തെ ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു ധ്യാനത്തിന് പോവുക. ആ ഒരു എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ് 10ാം ക്ലാസ് ടൈമിലാണ്. ആ സമയത്ത് എൻ്റെ ഒരു കൗൺസിലിംഗ് ടൈമിലാണ് എനിക്ക് പറഞ്ഞത്, നീ എങ്ങനെയാണ് കൊന്ത ചെല്ലുന്നത് എങ്ങനെയാണ്? അപ്പം ഞാൻ സ്വർഗസ്ഥനാപിതാവേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലി കൊടുത്തു. പറഞ്ഞു, ഇത് തിരിയുന്നില്ലല്ലോ, നീ ഇതൊന്ന് തിരിച്ചൊന്ന് വ്യക്തതയോടുകൂടി ജപമാല ഒന്ന് ചൊല്ലി നോക്കിയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാനത് എൻ്റെ ജപമാല അർപ്പിക്കുമ്പോൾ വളരെ ക്ലാരിറ്റി വരുത്തി, വ്യക്തത വരുത്തി. അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതം ഞാൻ പറഞ്ഞത്, നാവിൻ്റെ കെട്ടഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ആ സമയങ്ങളിൽ ഞാൻ ബൈബിൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് സൂചിപ്പിച്ച കാര്യമാണ്, കൂടുതൽ സമയം ബൈബിൾ വായിക്കുക, ഒച്ചത്തിൽ വായിക്കുക. ഞാൻ ഏറ്റവും കൂടുതലും വായിക്കുന്ന പുസ്തകം ബൈബിളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വചനവും വായിക്കുമ്പോഴും നമ്മുടെ നാവ് അത്രയും വിശുദ്ധമാവുക, അല്ലെങ്കിൽ നമ്മുടെ നാവിന് അത്രയും ബലം കിട്ടുക. അങ്ങനെ ബൈബിൾ കൂടുതൽ ഒച്ചത്തിൽ വായിച്ചു എൻ്റെ നാവിൻ്റെ പ്രശ്നങ്ങൾ മാറി. മാത്രമല്ല എനിക്ക് വർഷങ്ങളായി, ഞാൻ 10-15 വർഷ കാലയളവിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ വിവിധ വാർത്തകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. 15 വർഷമായി ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു. പല രീതിയിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെയും എൻ്റെ ഒരു ധൈര്യം, ലോകത്ത് എന്ത് വലിയ ഭീഷണി ഉണ്ടായാലും എൻ്റെ ഒരു ദൈവത്തെ, ഞാൻ പറഞ്ഞത് ഏതു മതമായിക്കോട്ടെ, ഏതു മതവിശ്വാസി ആയിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? എന്ത് ഭീഷണിയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, എൻ്റെ കരിയറിലായിക്കോട്ടെ. അതുകൊണ്ട് തന്നെ എന്നും ഈ ദൈവത്തോട് കടപ്പെട്ടിരിക്കും. മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയോട് എക്കാലത്തും ഒരു കൂറുള്ള വ്യക്തി. അങ്ങനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ജപമാല അർപ്പിച്ചുകൊണ്ട്, യാത്രകളിൽ ജപമാല അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, പുതിയ തലമുറയോട് എപ്പോഴും പങ്കുവയ്ക്കുന്ന കാര്യമുണ്ട്, നമ്മളെപ്പോഴും വിശ്വാസത്തിൽ വളരണം. കാരണം ദൈവത്തിൻ്റെ കീഴിൽ, കരുതലിൽ, കരുണയിൽ നമ്മൾ വളർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഓരോ നാളത്തെയും, അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാലത്തെ എൻ്റെ ഓരോ അനുഭവങ്ങളും എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. മാത്രമല്ല ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ചും പുതിയ തലമുറ, പല രീതിയിലുള്ള പ്രലോഭനങ്ങളും പല രീതിയിലുള്ള പ്രതിസന്ധികളും, നമ്മുടെ പിന്നാലെ പല മാഫികളൊക്കെ നമ്മുടെ മക്കളുടെ പിന്നാലെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ ഈ രീതിയിൽ ആത്മീയതയെ വളർത്തുക, ദൈവാശ്രയത്തിൽ വളർത്തുക. അത് ഏത് വിശ്വാസമാണെങ്കിലും, ഞാൻ പറഞ്ഞ ഏതൊരു വിശ്വാസിയാണ്, ഒരു വിശ്വാസി എപ്പോഴും ഒരു നന്മയിൽ, ഒരു മനുഷ്യസ്നേഹത്തിൽ ജീവിക്കാൻ അവൻ്റെ മനസ്സ് ആ രീതിയിൽ പാകപ്പെടും. എനിക്കെല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഇതേ അനുഭവം, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം തീർച്ചയായും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. മാത്രമല്ല ഈ ദശാംശത്തെക്കുറിച്ച് കൂടി എനിക്ക് തോന്നുന്നത് സാക്ഷ്യപ്പെടുത്തണം തോന്നുന്നു. ഞാൻ ഒരു 10-15 വർഷത്തിലധികമായി മാധ്യമരംഗത്ത് എനിക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് ചെറിയ ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ പോലും ദശാംശം കൊടുത്തിരുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലാക്കിയുടെ പുസ്തകം, എൻ്റെ മോനെ ഇട്ടിരിക്കുന്ന പേര് പോലും മലാക്കിയെന്ന, രണ്ടാമത്തെ മോനിട്ട പേര് മലാക്കിയെന്ന. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലിട്ട് വരട്ടെ, നിനക്ക് എത്ര അധികമായി അനുഗ്രഹം തരികയില്ലേ എന്ന് നീ അനുഭവിച്ചറിയാൻ. അതെൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചൊരു വചനമാണ്. കാരണം ദശാംശത്തിൽ ഒരു കുറവും, എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് ശമ്പളം കിട്ടുമ്പോൾ തന്നെ അത് ദശാംശത്തിന് വേണ്ടി ആ തുക ഞാൻ മാറ്റിവെക്കും.
ആ 10% ശമ്പളത്തിൻ്റെ 10% ഈ അക്കൗണ്ടിലേക്ക് മാറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഉയർച്ചയ്ക്കും കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പലരോടും അത് സാക്ഷ്യപ്പെടുത്താറുണ്ട്, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ മറ്റു ബന്ധുക്കളോടൊക്കെ ഇത് കാര്യം പറയുമ്പോൾ അവരും ഇതേ രീതിയിൽ ദശാംശം മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹം സംഭവിക്കാൻ തുടങ്ങി. അതാണ് പറയുന്നത്, ദൈവത്തിനുള്ളത് നമ്മുടെ സമയത്തിൻ്റെ ദശാംശമായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ദശാംശം ദൈവത്തിന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും അതേ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, സമൃദ്ധിയിൽ നമുക്ക് കഴിയാനുള്ള അനുഗ്രഹം ദൈവം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ.